നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തവർക്ക്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ചവർക്ക്, ജീവിതകാലം മുഴുവൻ പോരാടിയവർക്ക്, തൂക്കുമരത്തിൽ കയറിയിട്ടും ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ച എണ്ണമറ്റ സ്വാതന്ത്ര്യ പ്രേമികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ശുഭമുഹൂർത്തമാണിത്. അത്തരത്തിലുള്ള എല്ലാ മഹാന്മാരോടും നമ്മൾ ആദരവ് പ്രകടിപ്പിക്കുന്നു. ഈ വർഷവും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായും പ്രകൃതി ദുരന്തങ്ങൾ കാരണം നമ്മുടെ ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും സ്വത്തും നഷ്ടപ്പെട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യം അവരോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പു നൽകുന്നു. 1857 സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് നിരവധി ആദിവാസി മേഖലകളിൽ സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഏറ്റവും സാധാരണമായ മനുഷ്യരുടെ പോലും വിശ്വാസം തകർക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള 40 കോടി ഭാരതീയർ ആ മനോഭാവം പ്രകടിപ്പിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമെന്ന ഒറ്റ സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. 40 കോടി ദേശവാസികൾ, അവരുടെ രക്തം നമ്മുടെ സിരകളിൽ ഉണ്ടെന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. അവർ നമ്മുടെ പൂർവികരായിരുന്നു. വെറും 40 കോടി ജനങ്ങൾ. അവർ ലോകത്തെ മഹാശക്തികളെ പിഴുതെറിയുകയും അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർക്കുകയും ചെയ്തു. ഈ രാജ്യത്തെ എന്റെ 140 കോടി പൗരന്മാരും എന്റെ 140 കോടി കുടുംബാംഗങ്ങളും ഒരു ദൃഢനിശ്ചയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ തോളോട് തോൾ ചേർന്ന് പടിപടിയായി നടന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നമുക്ക് സമ്പന്നമായ ഒരു ഭാരതം സൃഷ്ടിക്കാൻ കഴിയും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകും. 18,000 ഗ്രാമങ്ങൾക്ക് സമയപരിധിക്കുള്ളിൽ വൈദ്യുതി എത്തിക്കുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് പറയുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരൻ അത് ഓർക്കുന്നു. നടപ്പാക്കി കഴിഞ്ഞാൽ വിശ്വാസം കൂടുതൽ ശക്തമാകും. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വൈദ്യുതി ഇല്ലാത്ത 2.5 കോടി കുടുംബങ്ങൾ ഇരുട്ടിൽ കഴിഞ്ഞിരുന്നു. ആ 2.5 കോടി വീടുകൾക്ക് വൈദ്യുതി ലഭിക്കുന്നു. അപ്പോൾ സാധാരണക്കാരന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. നമ്മൾ സ്വച്ഛ് ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ സമൂഹത്തിലെ സമ്പന്ന വിഭാഗങ്ങൾ മുതൽ ഗ്രാമീണ കുടുംബങ്ങൾ വരെ, പാവപ്പെട്ട കോളനികളിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വരെ ഇന്ന് ഓരോ കുടുംബത്തിലും ശുചിത്വത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ശുചിത്വത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾക്ക് പ്രോത്സാഹനവും ഉണ്ടാകുന്നു. ജൽ ജീവൻ മിഷന് കീഴിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 12 കോടി പുതിയ കുടുംബങ്ങൾക്ക് ജൽ ജീവൻ മിഷന് കീഴിൽ പൈപ്പ് വെള്ളം ലഭിക്കുന്നു. ഇന്ന് 15 കോടി കുടുംബങ്ങൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറി. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം ഞങ്ങൾ നൽകി. വോക്കൽ ഫോർ ലോക്കൽ സമ്പദ് വ്യവസ്ഥയുടെ പുതിയ മന്ത്രമായി മാറിയതിൽ ഇന്ന് ഞാൻ സന്തോഷവാനാണ്. ഓരോ ജില്ലയും തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന അന്തരീക്ഷമുണ്ടായി. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്നതിൽ നിന്നും ഒരു ജില്ല ഒരു കയറ്റുമതി ഉൽപ്പന്നം എന്ന നിലയിൽ എങ്ങനെ കയറ്റുമതി ചെയ്യാമെന്നിപ്പോൾ ഓരോ ജില്ലയും ആ ദിശയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, കൊറോണ മഹാമാരിയുടെ കാലത്ത് നേരിട്ട പ്രതിസന്ധി നമുക്ക് എങ്ങനെ മറക്കാനാകും? കോടിക്കണക്കിന് ആളുകൾക്കായി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വന്തം സൈന്യം സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തുമ്പോൾ യുവാക്കളുടെ ഹൃദയം അഭിമാനത്താൽ നിറയുകയും അവർ ശിരസുയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇവയിലൂടെയെല്ലാം 140 കോടി ദേശവാസികൾ ഇന്ന് അഭിമാനവും ആത്മവിശ്വാസവും അനുഭവിക്കുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും പതിറ്റാണ്ടുകളായി ഈ രാജ്യം ഏത് മനോഭാവത്തിലാണ് ജീവിച്ചത് എന്ന് നാം മറക്കരുത്. നമ്മൾ എന്തിന് ഇത്ര അധ്വാനിക്കണം? ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് ഈ അവസരം വെറുതെ ആസ്വദിക്കാം. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അടുത്തയാൾക്കറിയാം.
കുറച്ചു സമയം എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യൂ, വെറുതെ എന്തിന് കോലാഹലങ്ങൾ ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇതുപോലെ സ്റ്റാറ്റസ് കോയുടെ അവസ്ഥ ഉണ്ടായതെന്നറിയില്ല. ഉള്ളതുകൊണ്ട് കഴിയൂ എന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ചിലപ്പോൾ ആളുകൾ പറയും അത് വിട്ടേക്ക്, ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ എന്നൊക്കെ. എന്നാൽ രാജ്യത്തെ സാധാരണ പൗരന് ഇങ്ങനൊന്നുമല്ലായിരുന്നു വേണ്ടത്. മാറ്റത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്വം നൽകുകയും ഞങ്ങൾ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഇത് 3-4 ദിവസത്തെ കൈയടിക്ക് വേണ്ടിയല്ല. ഞങ്ങളുടെ പരിഷ്കരണ പ്രക്രിയ എന്തെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല. രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണത്. നമ്മൾ എന്ത് ചെയ്താലും അത് രാഷ്ട്രീയത്തിന്റെ ഭരണഗുണനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു സങ്കല്പമേ ഉള്ളൂ: രാഷ്ട്രമാദ്യം, രാഷ്ട്രമാദ്യം. ദേശീയ താല്പര്യമാണ് സുപ്രീം. എന്റെ ഭാരതം മഹത്തരമാകണം. ഈ ദൃഢനിശ്ചയത്തോടെയാണ് ഞങ്ങൾ ചുവടുകൾ വെക്കുന്നത്. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നിരവധി പരിഷ്കാരങ്ങൾ നടത്തി. ഇന്ന് അത് കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ ബാങ്കുകളിൽ പട്ടികയിൽ ഇന്ത്യൻ ബാങ്കുകൾ അവരുടെ സ്ഥാനം നേടിയിരിക്കുന്നു. ബാങ്കുകൾ ശക്തമാകുമ്പോൾ ഔപചാരിക സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും വർദ്ധിക്കും. ബാങ്കിംഗ് സംവിധാനം ശക്തിപ്പെടുത്തുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾ അത് നിറവേറ്റാനുള്ള ഏറ്റവും വലിയ ശക്തി ബാങ്കിംഗ് മേഖലയ്ക്കാണുള്ളത്. ഒരു ഭവന വായ്പ വേണമെങ്കിൽ, അവർക്ക് വാഹന വായ്പ ആവശ്യമെങ്കിൽ, എന്റെ കർഷകന് ട്രാക്ടറിനായി ഒരു വായ്പ വേണമെങ്കിൽ, എന്റെ ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് വായ്പ ആവശ്യമെങ്കിൽ, എന്റെ യുവാക്കൾക്ക് എപ്പോഴെങ്കിലും പഠനത്തിനും വിദ്യാഭ്യാസത്തിനും വായ്പ വേണമെങ്കിൽ, ഒരാൾക്ക് വിദേശത്ത് പോകാൻ വായ്പ വേണമെങ്കിൽ, ഇതിലൂടെ ഇതെല്ലാം സാധ്യമാകുന്നത് ഇന്ന് ഞാൻ സന്തോഷവാനാണ്. കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ട എന്റെ സഹോദരന്മാർ, എന്റെ മത്സ്യബന്ധന സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് നമ്മൾ ബാങ്കുകളിൽ നിന്നും ആനുകൂല്യങ്ങൾ വാങ്ങുകയാണ്. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരായ സഹോദരി സഹോദരന്മാരും ഇന്ന് ബാങ്കുകളുമായി സഹകരിച്ച് വികസനത്തിന്റെ ദിശയിൽ പങ്കാളികളാകുന്നതിലൂടെ പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നു. നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക്, നമ്മുടെ MSMEകൾക്ക് ഏറ്റവും വലിയ പിന്തുണയാണ് ഇന്ന് ബാങ്കുകൾ. അവരുടെ ദൈനംദിന പുരോഗതിക്ക് എല്ലാ ദിവസവും പണം ആവശ്യമാണ്. നമ്മുടെ ശക്തമായ ബാങ്കുകൾ കാരണം അവയെല്ലാം ഇന്ന് സാധ്യമായി. സുഹൃത്തുക്കളെ, നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ആളുകൾക്ക് സർക്കാരിന് നേരെ കൈനീട്ടുക, ആരെക്കൊണ്ടെങ്കിലും ശുപാർശ ചെയ്യാനുള്ള വഴികൾ തേടുന്നത് തുടരുക, അതായിരുന്നു അന്ന് വളർന്ന രീതികൾ. ആ ഭരണ മാതൃക ഇന്ന് നമ്മൾ മാറ്റിമറിച്ചിരിക്കുന്നു. ഇന്ന് സർക്കാർ തന്നെ അവരുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് എത്തിക്കുന്നു. ഇന്ന് സർക്കാർ തന്നെയാണ് അവരുടെ വീട്ടിൽ വെള്ളം എത്തിക്കുന്നത്. ഇന്ന് സർക്കാർ തന്നെയാണ് അവരുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഇന്ന് സർക്കാർ തന്നെ സാമ്പത്തിക സഹായങ്ങൾ നൽകി വികസനത്തിന്റെ പുതിയ മാനങ്ങൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് സർക്കാർ തന്നെ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനായി നിരവധി നടപടികൾ കൈക്കൊള്ളുന്നു. 20-25 വയസ്സ് പ്രായമുള്ള യുവാക്കൾ, 10 വർഷം മുമ്പ് 12-15 വയസ്സ് പ്രായമുള്ളവർ ഈ മാറ്റം തങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ അവരുടെ സ്വപ്നങ്ങൾ രൂപപ്പെടുകയും രാഗിമിനിക്കുകയും ചെയ്തു. ഒപ്പം അവരുടെ ആത്മവിശ്വാസത്തിൽ ഒരു പുതിയ ബോധമുണർന്നു. അത് രാജ്യത്തിന്റെ പുതിയ ശക്തിയായി ഉയർന്നു വരുന്നു. ഇന്ന് ഇന്ത്യയുടെ പ്രശസ്തി ലോകമെമ്പാടും വർദ്ധിച്ചു. ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി. എന്റെ രാജ്യത്തെ യുവാക്കൾ മെല്ലെയുള്ള പുരോഗതിയിൽ വിശ്വസിക്കുന്നില്ല. എന്റെ രാജ്യത്തെ യുവാക്കൾ ഒരു കുതിച്ചുചാട്ടം നടത്താനുള്ള മാനസികാവസ്ഥയിലാണ്. ഇന്ന് അത് ടൂറിസം മേഖല, MSME മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ഗതാഗത മേഖല, കൃഷി, കാർഷിക മേഖല എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഒരു പുതിയ ആധുനിക സംവിധാനം കെട്ടിപ്പടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പ്രദായങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും ആധുനികതയും പുതുമയും ആവശ്യമാണ്. സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ മേഖലകളിലെയും ഞങ്ങളുടെ പുതിയ നയങ്ങൾ കാരണം ഈ മേഖലകളിലെല്ലാം
പുതിയ പിന്തുണയും പുതിയ ശക്തിയും ലഭിക്കുന്നു. ഇന്ന് 10 വർഷത്തിനുള്ളിൽ നമ്മുടെ 10 കോടി സഹോദരിമാർ വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ചേർന്നു. 10 കോടി പുതിയ സഹോദരിമാർ. നമ്മുടെ സാധാരണ കുടുംബങ്ങളിലെ 10 കോടി ഗ്രാമീണ സ്ത്രീകൾ സാമ്പത്തികമായി സ്വാശ്രയരായി മാറുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. സ്ത്രീകൾ സാമ്പത്തികമായി സ്വാശ്രയത്വം നേടുമ്പോൾ അവർ കുടുംബത്തിനുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നു. വലിയൊരു സാമൂഹിക മാറ്റത്തിന്റെ ഉറപ്പുമായാണ് അവർ വരുന്നത്. ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ റോളുകൾ വഹിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള നിരവധി സിഇഒമാരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഒരു വശത്ത് നമ്മുടെ സിഇഒമാർ ആഗോള ബിസിനസ് രംഗത്ത് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ മറുവശത്ത് 1 കോടി അമ്മമാരും സഹോദരിമാരും വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ചേർന്ന് ലക്ഷാധിപതി ദീദികളായി മാറുന്നത് ശരിക്കും തൃപ്തികരമാണ്. എനിക്കും ഇത് അഭിമാനകരമായ കാര്യമാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്താൻ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ മൊത്തം 9 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് ഈ സ്വാശ്രയ ഗ്രൂപ്പുകളിലേക്ക് ബാങ്കുകൾ വഴി അയച്ചിട്ടുണ്ട്. ഇത് അവരുടെ വിവിധ പ്രവർത്തനങ്ങൾ തുടരാൻ അവരെ പ്രാപ്തരാക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ, എന്റെ യുവാക്കളെ ഇത് ശ്രദ്ധിക്കുക. ബഹിരാകാശ മേഖല നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരു പ്രധാന വശം, അതിനും ഞങ്ങൾ ഊന്നൽ നൽകുന്നു. ബഹിരാകാശ മേഖലയിൽ ഞങ്ങൾ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബഹിരാകാശ മേഖലയെ ബന്ധിപ്പിച്ചു നിർത്തിയ ചങ്ങലകൾ ഞങ്ങൾ അഴിച്ചുവിട്ടു. ഇന്ന് 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ബഹിരാകാശ മേഖലയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ബഹിരാകാശ മേഖല ഊർജ്ജസ്വലമാക്കുന്നത് ഇന്ത്യയെ ഒരു ശക്തമായ രാഷ്ട്രമാക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. മുന്നോട്ടുള്ള ചിന്തയിലൂടെ ഞങ്ങൾ അതിനെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് സ്വകാര്യ ഉപഗ്രഹങ്ങളും സ്വകാര്യ റോക്കറ്റുകളും വിക്ഷേപിക്കപ്പെടുന്നു. ഇത് വളരെ അഭിമാനകരമാണ്. ഇന്ന് എനിക്ക് പറയാൻ കഴിയും, നയം ശരിയെങ്കിൽ, ഉദ്ദേശങ്ങൾ ശരിയെങ്കിൽ രാഷ്ട്രത്തിന്റെ ക്ഷേമമാണ് പൂർണ്ണമായ അർപ്പണബോധത്തോടെയുള്ള മന്ത്രമെങ്കിൽ അപ്പോൾ നമുക്ക് കൃത്യമായ ഫലങ്ങൾ കൈവരിക്കാനാകും. കഴിഞ്ഞ ദശകത്തിൽ അഭൂതപൂർവമായ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിട്ടുണ്ട്. അത് റെയിലാകട്ടെ, റോഡാകട്ടെ, എയർപോർട്ട്, തുറമുഖം എന്നിവയാകട്ടെ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ആകട്ടെ, എല്ലാ ഗ്രാമങ്ങളിലും പുതിയ സ്കൂളുകൾ പണിയുന്ന കാര്യമാകട്ടെ, വനങ്ങൾക്കുള്ളിൽ സ്കൂൾ പണിയുന്ന കാര്യമാകട്ടെ, വിദൂര പ്രദേശങ്ങളിൽ ആശുപത്രികൾ നിർമ്മിക്കുന്ന കാര്യമാകട്ടെ, ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന കാര്യമാകട്ടെ, മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനമാകട്ടെ, ആയുഷ്മാൻ ആരോഗ്യ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം എന്നിവയെക്കുറിച്ചാകട്ടെ, 60,000-ലധികം വരുന്ന അമൃത് സരോവറുകളുടെ നിർമ്മാണവും, ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല 2 ലക്ഷം പഞ്ചായത്തുകളിൽ എത്തുന്ന കാര്യവും, കനാലുകളുടെ ഒരു വലിയ ശൃംഖലയുടെ സ്ഥാപനവും, 4 കോടി വീടുകളുടെ നിർമ്മാണവും ഇവയിലെല്ലാം പ്രകടമാണ്. 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള ദൃഢനിശ്ചയമായി നാം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കിഴക്കൻ ഇന്ത്യ, വടക്കിഴക്കൻ മേഖല ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പേരിൽ അറിയപ്പെടുകയാണ്. നമ്മൾ ചെയ്ത പരിവർത്തനത്തിൽ ഏറ്റവും വലിയ നേട്ടം ആരും നോക്കാത്ത ആ പ്രദേശങ്ങളിൽ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചപ്പോൾ സമൂഹത്തിന്റെ ആ വിഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയാണെന്നതാണ്. നമ്മൾ കാണാത്ത പ്രദേശങ്ങൾ, നമ്മൾ കാണാത്ത ഗ്രാമങ്ങൾ, അവർ ദളിതരോ അടിച്ചമർത്തപ്പെട്ടവരോ ചൂഷണം ചെയ്യപ്പെടുന്നവരോ പിന്നാക്കക്കാരോ ആദിവാസികളോ വനങ്ങളിൽ താമസിക്കുന്നവരോ വിദൂര മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ ആകട്ടെ, അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. 2047-ലെ ഒരു വികസിത ഇന്ത്യയുടെ സ്വപ്നം കാണുമ്പോൾ അതിന്റെ ഘടകങ്ങളിലൊന്ന് സാധാരണക്കാരുടെ ജീവിതത്തിൽ സർക്കാർ ഇടപെടൽ കുറയ്ക്കണമെന്നാണ്. ഗവൺമെന്റിന്റെ ആവശ്യമുള്ളിടത്ത് ക്ഷാമം പാടില്ല. എന്നാൽ സർക്കാരിന്റെ കാലതാമസം കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രംഗത്ത് സർക്കാരിന്റെ ഇടപെടൽ പാടില്ല. നമ്മുടെ പാവപ്പെട്ട വീട്ടിലെ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പാവം അമ്മയ്ക്ക് ഒരിക്കലും കണ്ണീരോടെ ഉറങ്ങേണ്ടി വരില്ല. ഇതിനായി ഞങ്ങൾ സൗജന്യ ചികിത്സയ്ക്കായി ഒരു പദ്ധതി നടത്തുന്നു. വൈദ്യുതി, വെള്ളം, ഗ്യാസ് എന്നിവ ഇപ്പോൾ സാച്ചുറേഷൻ മോഡലാണ്. സാച്ചുറേഷനെ കുറിച്ച് പറയുമ്പോൾ അത് 100%. സാച്ചുറേഷൻ ഉള്ളപ്പോൾ അതിൽ ജാതീയത കലരില്ല. സാച്ചുറേഷൻ ഉള്ളപ്പോൾ അതിന് ഇടതുപക്ഷത്തിന്റെ നിറമില്ല. സാച്ചുറേഷൻ എന്ന മന്ത്രം പിന്തുടരുമ്പോൾ യഥാർത്ഥ അർത്ഥത്തിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം യാഥാർത്ഥ്യമാകും. നൂറ്റാണ്ടുകളായി നമുക്കുണ്ടായിരുന്ന ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം ഇന്ന് നാം അവർക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ രൂപത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ശിക്ഷയല്ല,
നീതിയുടെ വികാരമാണ് അതിന്റെ കാതലായ നാം ശക്തിപ്പെടുത്തുന്നത്. രാജ്യത്തെ പരിഷ്കരണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് രാജ്യത്ത് 3 ലക്ഷത്തോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത്, നഗർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റി, യൂണിയൻ ടെറിട്ടറി, സംസ്ഥാനം, ജില്ല, കേന്ദ്രം എന്നിങ്ങനെ 3 ലക്ഷത്തോളം ചെറുതും വലുതുമായ യൂണിറ്റുകൾ. ഇന്നത്തെ നമ്മുടെ 3 ലക്ഷം യൂണിറ്റുകൾക്കുള്ള എന്റെ ആഹ്വാനം ഇതാണ്. സാധാരണക്കാരന് ആവശ്യമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ തലത്തിൽ 1 വർഷത്തിനുള്ളിൽ 2 പരിഷ്കാരങ്ങൾ ചെയ്യുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. അത് പഞ്ചായത്തോ സംസ്ഥാന സർക്കാരോ ഏത് വകുപ്പോ ആകട്ടെ, 1 വർഷത്തിനുള്ളിൽ 2 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അവ പ്രാവർത്തികമാക്കുക. നോക്കൂ, 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഏകദേശം 25-30 ലക്ഷം പരിഷ്കാരങ്ങൾ ചെയ്യാൻ കഴിയും. 25-30 ലക്ഷം പരിഷ്കാരങ്ങൾ നടക്കുമ്പോൾ സാധാരണക്കാരന്റെ ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിക്കും? രാഷ്ട്രത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് അതിന്റെ ശക്തി എത്രത്തോളം ഉപയോഗപ്രദമാകും? അതുകൊണ്ടാണ് നമ്മുടെ തലത്തിലുള്ള ചങ്ങലകളിൽ നിന്നും നാം മോചനം നേടിയ ശേഷം മാറ്റങ്ങൾക്കായി മുന്നോട്ട് വരേണ്ടത്. ധൈര്യത്തോടെ മുന്നോട്ട് വരണം. പഞ്ചായത്ത് തലത്തിൽ പോലും പ്രശ്നങ്ങൾ നേരിടുന്ന സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ ചെറിയ ആവശ്യങ്ങളാകാം. ആ പ്രശ്നങ്ങളിൽ നിന്നും അവർ മുക്തി നേടിയാൽ നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിനായി സമൂഹത്തെ സജ്ജമാക്കാൻ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ട്. എന്റെ രാജ്യത്തെ യുവാക്കൾ വിദേശത്ത് പഠിക്കാൻ നിർബന്ധിതരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഇടത്തരം കുടുംബങ്ങളുടെ മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ ചെലവഴിക്കുന്നത്. എന്റെ രാജ്യത്തെ യുവാക്കൾക്ക് വിദേശത്തേക്ക് പോകേണ്ടതില്ലാത്ത തരത്തിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ വികസിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്റെ മധ്യവർഗ കുടുംബങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കേണ്ടി വരരുത്. ഇത് മാത്രമല്ല, വിദേശത്തു നിന്നുള്ളവർ ഇന്ത്യയുടെ പുറംതിരിഞ്ഞിരിക്കാത്ത തരത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. നളന്ദ സർവകലാശാല വീണ്ടും പ്രവർത്തനം തുടങ്ങി. എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ നളന്ദ ചൈതന്യത്തെ നാം ഒരിക്കൽ കൂടി ഉണർത്തേണ്ടതുണ്ട്. ആ നളന്ദ ചൈതന്യം ജീവിക്കണം. ആ നളന്ദ ചൈതന്യം സ്വീകരിച്ച് ലോകത്തിലെ വിജ്ഞാന പാരമ്പര്യങ്ങൾക്ക് പുത്തൻ അവബോധം നൽകുന്ന ദൗത്യം വളരെ ആത്മവിശ്വാസത്തോടെ നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ സംസ്ഥാന സർക്കാരുകളോട് പറയും, രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളോടും പറയും, ഭാഷയുടെ പേരിൽ നമ്മുടെ രാജ്യത്തിന്റെ കഴിവുകൾ തടസ്സപ്പെടരുത്. ഭാഷ ഒരു തടസ്സമാകാൻ പാടില്ല. മാതൃഭാഷയുടെ ശക്തി നമ്മുടെ നാട്ടിലെ ദരിദ്രയായ അമ്മയുടെ ഏറ്റവും ചെറിയ മകന് പോലും അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശക്തി നൽകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മാതൃഭാഷയുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകേണ്ടത്. 4.0 മനസ്സിൽ വെച്ചുകൊണ്ട് നൈപുണ്യ വികസനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, കാർഷിക മേഖലയിൽ പോലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നൈപുണ്യ വികസനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശുചിത്വ മേഖലയിലായാലും പുതിയ നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തവണ ഞങ്ങൾ സ്കിൽ ഇന്ത്യ പ്രോഗ്രാം വളരെ സമഗ്രമായ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബജറ്റിലും ഇത് വളരെ പ്രധാനമാണ്. ഈ ബജറ്റിൽ ഞങ്ങൾ ഇന്റേൺഷിപ്പിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുവഴി നമ്മുടെ യുവാക്കൾക്ക് എക്സ്പീരിയൻസ് ലഭിക്കും. ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ നൈപുണ്യമുള്ള മനുഷ്യശക്തി, നമ്മുടെ നൈപുണ്യമുള്ള യുവാക്കൾ ആഗോള തൊഴിൽ വിപണിയിൽ തങ്ങളുടെ മുദ്ര പതിപ്പിക്കുമെന്ന് ഞാൻ വ്യക്തമായി കാണുന്നു. ഞങ്ങൾ ആ സ്വപ്നവുമായി മുന്നോട്ട് പോകുന്നു. ചന്ദ്രയാൻ വിജയിച്ചതിന് ശേഷം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ശാസ്ത്ര സാങ്കേതിക താല്പര്യങ്ങളുടെ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായി ഞാൻ കണ്ടു. പുതിയ താല്പര്യം വർദ്ധിച്ചു. ഈ മാനസികാവസ്ഥ പരിപോഷിപ്പിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരേണ്ടി വരും. ബജറ്റിൽ ഗവേഷണത്തിനും നവീകരണത്തിനുമായി 1 ലക്ഷം കോടി രൂപ വകയിരുത്താൻ തീരുമാനിച്ചത് അഭിമാനകരമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ ആശയങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നു. അവർ കൂടുതലും ഇടത്തരം കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപയും അവർക്കായി ചെലവഴിക്കപ്പെടുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം 1 ലക്ഷമായി ഉയർത്തി. പക്ഷേ ഓരോ വർഷവും ഏകദേശം 25,000 യുവാക്കൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്നു. അവർ പോകുന്ന ചില രാജ്യങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നും. അതിനാൽ
അതിനാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ മെഡിക്കൽ ലൈനിൽ 75,000 പുതിയ സീറ്റുകൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2047 വികസിത ഭാരതം ആരോഗ്യകരമായ ഭാരതം കൂടിയായിരിക്കണം. ആരോഗ്യ ഭാരതം സൃഷ്ടിക്കണമെങ്കിൽ കുട്ടികളുടെ പോഷകാഹാരത്തിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വികസിത ഇന്ത്യയുടെ 1ാം തലമുറയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ഞങ്ങൾ പോഷകാഹാര പ്രചാരണം ആരംഭിച്ചത്. ഞങ്ങൾ ദേശീയ പോഷകാഹാര മിഷൻ ആരംഭിച്ചു. പോഷകാഹാരത്തിന് മുൻഗണന നൽകി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കാർഷിക സമ്പ്രദായത്തെ പരിവർത്തനം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നൂറ്റാണ്ടുകളായി നാം മുറുകെ പിടിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് നാം സ്വയം മോചിതരാകേണ്ടി വരും. നമ്മുടെ കർഷകർക്ക് അതിനുള്ള സഹായവും ഞങ്ങൾ നൽകുന്നുണ്ട്. അതിനെ പരിവർത്തനം ചെയ്യുന്നതിനായി ഞങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഇന്നവർ കർഷകർക്ക് എളുപ്പത്തിൽ വായ്പ നൽകുന്നു, സാങ്കേതിക വിദ്യയിൽ സഹായം നൽകുന്നു. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ മൂല്യവർദ്ധനയ്ക്കായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. വിപണനത്തിനായി ഞങ്ങൾ പൂർണ്ണമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. രാസവളങ്ങൾ കാരണം നമ്മുടെ മാതൃഭൂമിയുടെ ആരോഗ്യം അനുദിനം വഷളാകുന്നു. നമ്മുടെ ഭൂമിയുടെ ഉൽപാദനക്ഷമത കുറഞ്ഞു വരികയാണ്. ആ സമയത്തും എന്റെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്ക് എന്റെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിദത്ത കൃഷിയുടെ വഴി തെരഞ്ഞെടുത്ത് നമ്മുടെ മാതൃഭൂമിയെ സേവിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തതിന് ഇത്തവണത്തെ ബജറ്റിലും പ്രകൃതി കൃഷിക്ക് ഊർജം പകരാൻ വൻ പദ്ധതികളോടെ വലിയ തുക വകയിരുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ ലോക സാഹചര്യം ഞാൻ കാണുമ്പോൾ ലോകം മുഴുവൻ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിലേക്ക് തിരിയുകയാണ്. പിന്നെ ഓർഗാനിക് ഭക്ഷണം അവരുടെ ആദ്യ ചോയ്സായി മാറി. ഇന്ന് ആർക്കെങ്കിലും ലോകത്തിന് വേണ്ടിയുള്ള ജൈവ ഭക്ഷണ കലവറയായി മാറാൻ കഴിയുമെങ്കിൽ എന്റെ നാട്ടിലെ കർഷകർക്കാണ്, എന്റെ രാജ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ സ്വപ്നവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓർഗാനിക് ഭക്ഷണത്തിന് ലോകമെമ്പാടും ഡിമാൻഡുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെ ജൈവ ഭക്ഷണത്തിന്റെ ഒരു ബാസ്ക്കറ്റായി മാറും. കർഷകരുടെ ജീവിതം സുഗമമാക്കണം. ഗ്രാമത്തിൽ മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കണം. കർഷകർക്ക് ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. കർഷകരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്മാർട്ട് സ്കൂളുകൾ ലഭ്യമാക്കണം. കർഷകരുടെ മക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കണം. ചെറിയ കൃഷിയിടങ്ങളിൽ ആശ്രയിച്ച് കുടുംബം മുഴുവൻ ജീവിക്കുക എന്നത് ഇന്ന് വളരെ പ്രയാസകരമായി മാറുകയാണ്. അപ്പോൾ അവരുടെ യുവത്വത്തിന് പുതിയ നൈപുണ്യം ഉണ്ടാകണം. അങ്ങനെ അവർക്ക് പുതിയ ജോലികൾ ലഭിക്കും, ഒരു പുതിയ വരുമാന സ്രോതസ് ഉണ്ടാകും. ഇതിനായി ഞങ്ങൾ സമഗ്രമായ ശ്രമം നടത്തി വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ സ്ത്രീകളാൽ നയിക്കുന്ന വികസന മാതൃകയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നൊവേഷൻ, തൊഴിൽ, സംരംഭകത്വം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നേറുകയാണ്. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സ്ത്രീകൾ നേതൃത്വം കൂടി നൽകുന്നു. ഇന്ന് പല മേഖലകളിലും, ഇന്നത്തെ നമ്മുടെ പ്രതിരോധ മേഖല തന്നെ നോക്കൂ. അത് നമ്മുടെ വ്യോമസേനയാകട്ടെ, കരസേനയാകട്ടെ, നാവികസേനയാകട്ടെ, നമ്മുടെ ബഹിരാകാശ മേഖലയാകട്ടെ, രാജ്യത്തിനു വേണ്ടി നമ്മുടെ സ്ത്രീകളുടെ കരുത്താണ് ഇന്ന് നാം കാണുന്നത്. എന്നാൽ മറുവശത്ത് ആശങ്കാജനകമായ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് ഒരിക്കൽ കൂടി എന്റെ വേദന പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെ നടക്കുന്ന ക്രൂരതകളോടുള്ള രാജ്യത്തിന്റെ രോഷത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. സാധാരണക്കാർക്കിടയിൽ രോഷമുണ്ട്. എനിക്ക് ഈ രോഷം അനുഭവപ്പെടുന്നു. രാജ്യവും സമൂഹവും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും ഇത് ഗൗരവമായി കാണേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എത്രയും വേഗം അന്വേഷിക്കണം. രാക്ഷസ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് എത്രയും വേഗം കടുത്ത ശിക്ഷ നൽകണം.
സമൂഹത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണം. ബലാത്സംഗത്തിനിരയായ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിക്രമം ഉണ്ടാകുമ്പോൾ ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു, അത് വളരെയധികം പ്രചരിക്കപ്പെടുന്നു, അത് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ പൈശാചിക ചിന്താഗതിയുള്ള ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ വാർത്തകളിൽ എവിടെയും കാണാതെ ഒരു മൂലയിൽ മറിഞ്ഞു കിടക്കും. ശിക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് സമഗ്രമായ ചർച്ച നടക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ പാപം ചെയ്യുന്നവർ ഈ പാപം ചെയ്തവരുടെ അവസ്ഥ കണ്ട് തങ്ങളെയും തൂക്കിലേറ്റാമെന്ന ഭയമുണ്ടാക്കുന്നു. ഈ ഭയം സൃഷ്ടിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. പണ്ട് കളിപ്പാട്ടങ്ങൾ പോലും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. അത്തരം ദിവസങ്ങൾക്ക് നമ്മളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ കളിപ്പാട്ട വ്യവസായവും ആഗോള വിപണിയിൽ കണക്കാക്കേണ്ട പേരായി മാറിയതിൽ നാം അഭിമാനിക്കുന്നു. നമ്മൾ കളിപ്പാട്ടങ്ങൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മൊബൈൽ ഫോൺ നിർമ്മാണ ഇക്കോസിസ്റ്റത്തിന്റെ വലിയ കേന്ദ്രമാണ് ഇന്ത്യ. സുഹൃത്തുക്കളെ, 2G പോലും കഷ്ടപ്പെടേണ്ടി വന്ന നാളുകൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതിവേഗം മുന്നോട്ട് നീങ്ങി രാജ്യത്തുടനീളം 5G വ്യാപിച്ചു. 5G ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മേഖലകളിലും എത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഉടൻ എവിടെയും നിർത്താൻ പോകുന്നില്ല. 5Gയിൽ മാത്രം നിർത്താൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ ഇതിനകം 6Gക്കുള്ള മിഷൻ മോഡിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ പുരോഗതി ലോകത്തെ അത്ഭുതപ്പെടുത്തും. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ എനിക്കിത് പറയാൻ കഴിയും. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, പ്രതിരോധ മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഈ മേഖലയിലും സ്വയം പര്യാപ്തരാകുമെന്ന നമ്മുടെ പ്രതിരോധ സേനയുടെ വാഗ്ദാനം കാണുമ്പോൾ ഞാൻ അവരോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. നമ്മുടെ സൈന്യത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥ രാജ്യസ്നേഹം പഠിക്കേണ്ടത്. ഈ മനോഭാവത്തോടെ പ്രതിരോധ മേഖലയിൽ നാം സ്വയം പര്യാപ്തരാകുകയാണ്. ഡിഫൻസ് മാനുഫാക്ചറിംഗ് മേഖലയിലും ഇന്ത്യ അതിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി. നമ്മുടെ പ്രതിരോധ മേഖല ക്രമേണ ഉയർന്നു വരികയും വിവിധ പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതിക്കാരായും നിർമ്മാതാവായും സ്വയം നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് അത് നിർണായകമായതിനാൽ ഉൽപാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി വലിയ വിജയമാണ്. നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിഷ്കാരങ്ങളും നമ്മൾക്ക് ഗണ്യമായ ശക്തി നൽകി. MSMEകൾ ഗണ്യമായ വളർച്ച കൈവരിച്ചു. ഒരു പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായി നമ്മുടെ നിർമ്മാണ മേഖല ഒരു ആഗോള ഉൽപാദന കേന്ദ്രമായി മാറുന്നതിനുള്ള പാതയിലാണ്. ഇത്രയും വലിയ യുവജനസംഖ്യയും അത് പ്രയോജനപ്പെടുത്താനുള്ള ശേഷിയുമുള്ള ഒരു രാജ്യത്തോടൊപ്പം ഉൽപാദന രംഗത്ത് വലിയ ശക്തിയോടെ മുന്നേറാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. പ്രത്യേകിച്ചും ഇൻഡസ്ട്രി 4.0 ഇതിനാവശ്യമായ നൈപുണ്യ വികസനത്തിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നൈപുണ്യ വികസനത്തിൽ നമ്മൾ പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു. പൊതുജന പങ്കാളിത്തം നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അതിലൂടെ നമ്മൾക്ക് ഉടനടി ആവശ്യകതകൾക്കനുസരിച്ച് കഴിവുകൾ വേഗത്തിൽ വികസിപ്പിക്കാൻ കഴിയും. ചെങ്കോട്ടയിൽ നിന്നും സംസാരിക്കുമ്പോൾ ഭാരതം ഒരു വ്യാവസായിക ഉൽപാദന കേന്ദ്രമായി മാറുകയും ലോകം അതിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്ന ദിവസം വിദൂരമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് ലോകത്തിലെ പല പ്രമുഖ കമ്പനികളും ഭാരതത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഞാനിത് നിരീക്ഷിച്ചു. എന്റെ മൂന്നാം ഊഴത്തിൽ എന്നെ കാണാൻ അഭ്യർത്ഥിക്കുന്ന ഭൂരിഭാഗം ആളുകളും നിക്ഷേപകരാണ്. ഭാരതത്തിലേക്ക് വന്ന് ഇവിടെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആഗോള നിക്ഷേപകരാണ്. ഇത് വലിയ സുവർണാവസരമാണ്. നിക്ഷേപകരെ ആകർഷിക്കാൻ വ്യക്തമായ നയങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ല ഭരണത്തിന്റെ ഉറപ്പ് നൽകുകയും ക്രമസമാധാന സ്ഥിതിയിൽ അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുക. നിക്ഷേപകരെ ആകർഷിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും ആരോഗ്യകരമായ മത്സരത്തിൽ ഏർപ്പെടണം. ഈ മത്സരം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപം കൊണ്ടുവരികയും പ്രാദേശിക യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നയങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ ആഗോള ആവശ്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾ അവ ക്രമീകരിക്കണം. ഭൂമി ആവശ്യമാണെങ്കിൽ സംസ്ഥാനങ്ങൾ ഒരു ലാൻഡ് ബാങ്ക് ഉണ്ടാക്കണം. സംസ്ഥാനങ്ങൾ നല്ല ഭരണത്തിനായി പ്രവർത്തിക്കുകയും ഇക്കാര്യത്തിൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഈ നിക്ഷേപകർ ദീർഘകാലത്തേക്ക് തുടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയില്ല. പദ്ധതികൾ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുമെന്നതിനാൽ സംസ്ഥാന സർക്കാരുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. പദ്ധതികൾ വിജയിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുമായുള്ള ദൈനംദിന ആശയവിനിമയം അനിവാര്യമാണ്. അതിനാൽ ലോകം ഭാരതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ഭാരതത്തിൽ നിക്ഷേപം നടത്താൻ പ്രതിജ്ഞാബദ്ധമാവുകയും ചെയ്യുന്നതിനാൽ
പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ച് വ്യക്തമായ നയങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സംസ്ഥാനത്തെ ഫലങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ സംസ്ഥാനം തിളങ്ങുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഏറ്റവും മികച്ച ഗുണനിലവാരം അംഗീകരിക്കപ്പെടേണ്ട പ്രധാനമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഡിസൈൻ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇന്ത്യയിലെ ഡിസൈൻ എന്നതിന് ഊന്നൽ നൽകുകയും വേണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അന്താരാഷ്ട്ര നിലവാരത്തിന്റെ പര്യായമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള സ്വീകാര്യത ലഭിക്കുന്നത് എളുപ്പമാക്കും. ഇത് നമ്മുടെ ഉൽപാദനത്തിന്റെ ഗുണനിലവാരം, നമ്മുടെ സേവനങ്ങളുടെ ഗുണനിലവാരം, നമ്മുടെ സമീപനത്തിന്റെ ഗുണനിലവാരം എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതിനാൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്ക് കഴിവുണ്ട്. രൂപകൽപ്പന മേഖലയിൽ നമുക്ക് നിരവധി പുതിയ കാര്യങ്ങൾ ലോകത്തിന് നൽകാൻ കഴിയും. ഡിസൈൻ ഇൻ ഇന്ത്യ എന്ന ആഹ്വാനത്തെ ഉൾക്കൊള്ളുകയും ഡിസൈൻ ഇന്ത്യ ആൻഡ് ഡിസൈൻ ഫോർ ദ വേൾഡ് എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോവുകയും വേണം. ഗെയിമിംഗ് ലോകത്ത് ഒരു വലിയ വിപണി ഉയർന്നു വരുന്നത് ഞാൻ കാണുന്നു. എന്നിരുന്നാലും ഇന്നും ഗെയിമിംഗിന്റെ സ്വാധീനവും ഈ ഗെയിമുകൾ സൃഷ്ടിക്കുന്നതിൽ നിന്നുള്ള ലാഭവും പ്രാഥമികമായി വിദേശ കമ്പനികളുടെ കൈവശമാണ്. ഭാരതത്തിന് സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്. ഗെയിമിംഗ് ലോകത്തേക്ക് നമുക്ക് പുതിയ പ്രതിഭകളെ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ഗെയിമുകളിലേക്ക് ലോകമെമ്പാടുമുള്ള കുട്ടികളെ ആകർഷിക്കാൻ നമുക്ക് കഴിയും. ഭാരതത്തിന്റെ കുട്ടികൾ, ഭാരതത്തിന്റെ യുവാക്കൾ, ഭാരതത്തിന്റെ IT പ്രൊഫഷണലുകൾ, ഭാരതത്തിന്റെ AI പ്രൊഫഷണലുകൾ എന്നിവർ ഗെയിമിംഗ് ലോകത്തെ നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗെയിമിംഗ് ലോകത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തണം. നമ്മുടെ ആനിമേറ്റർമാർക്ക് ആഗോളതലത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ആനിമേഷൻ വ്യവസായത്തിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ആ ദിശയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വലിയ പ്രശ്നങ്ങളാണ്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഭാരതം നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേവലം വാക്കുകളിലൂടെയല്ല, മൂർത്തമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നമ്മുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ലോകത്തെ അമ്പരപ്പിക്കുന്ന ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്തു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്നതിൽ നമ്മൾ മുൻനിരക്കാരായിരുന്നു. ഈ മേഖലയിൽ പുതിയ ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ പുനരുപയോഗ ഊർജ്ജ രംഗത്തെ ശ്രമങ്ങൾ ഗണ്യമായി പുരോഗമിച്ചു. വരും വർഷങ്ങളിൽ നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പാരീസ് ഉടമ്പടിയിൽ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ചെങ്കോട്ടയിൽ നിന്നും എന്റെ നാട്ടുകാരുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. G20 രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ പൗരന്മാർ നേടിയെടുത്തു. ഏതെങ്കിലും G20 രാജ്യം അതിന്റെ പാരീസ് ഉടമ്പടി ലക്ഷ്യങ്ങൾ നേരത്തെ നേടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ രാജ്യം മാത്രമാണ്, എന്റെ ഭാരതം മാത്രമാണ്. ഈ നേട്ടത്തിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട്. और इसलिए गर्व होता है साथियों, रिन्यूएबल एनर्जी के टारगेट हमने पूरे हम 2030 रिन्यूएबल एनर्जी को 500 गीगावाट പുനരുപയോഗ ഊർജ്ജം എന്ന ലക്ഷ്യത്തിലെത്താൻ അതിയായി പ്രവർത്തിക്കുന്നു. कल्पना कर सकते हैं कि ഇത് कितना തീർച്ചയായും ഒരു വലിയ ലക്ഷ്യമാണ്. दुनिया के लोग ഈ ലക്ഷ്യത്തിൽ ലോകം ആശ്ചര്യപ്പെട്ടേക്കാം. तो मेरी तरफ ऐसे പക്ഷേ ഞങ്ങൾ അത് നേടുമെന്ന് എന്റെ നാട്ടുകാർക്ക് ഞാൻ ആത്മവിശ്വാസത്തോടെ ഉറപ്പു നൽകുന്നു. इस लक्ष्य को ഇത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യും. और ये मानव നമ്മുടെ ഭാവി സുരക്ഷിതമാക്കും. हमारे भविष्य നമ്മുടെ കുട്ടികൾക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കും. बच्चों के उज्जवल भविष्य की गारंटी बनेगा. हमने 2030 നമ്മുടെ റെയിൽവേ हमारे रेलवे को നെറ്റ് സീറോ കാർബൺ नेट जीरो എമിറ്റർ ആക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. സുഹൃത്തുക്കളെ, PM സൂര്യഘർ സൗജന്യ വൈദ്യുത പദ്ധതി പുതിയ ശക്തി പ്രദാനം ചെയ്യാൻ സജ്ജമാണ്.
और ये बदलाव का फल അതിന്റെ പ്രയോജനം നമ്മുടെ രാജ്യത്തെ ശരാശരി കുടുംബങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും ഇടത്തരക്കാർക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. PM സൂര്യ കർ യോജനയ്ക്ക് കീഴിൽ സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഇന്ധന ചെലവ് കുറയ്ക്കാനാകും. बिजली उत्पादन करता है सूर्य से, तो उसका व्हीकल का प्रवास का खर्चा भी वो कम कर सकता है. साथियों, हम സുഹൃത്തുക്കളെ, ഗ്രീൻ ഹൈഡ്രജൻ മിഷനിലൂടെ ആഗോള ഹബ്ബായി മാറാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നയങ്ങൾ അതിവേഗം രൂപീകരിച്ചു. തുടർന്ന് അവയുടെ നടപ്പാക്കലും അതിവേഗം പുരോഗമിക്കുന്നു. ഒരു പുതിയ ഊർജ്ജ സ്രോതസ്സായി ഹരിത ഹൈഡ്രജനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരതം പ്രതിജ്ഞാബദ്ധമാണ്. ഈ ശ്രമങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോളതാപനത്തെയും കുറിച്ചുള്ള ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു. അതേസമയം ഹരിതോർജ്ജ രംഗത്ത് തൊഴിലവസരങ്ങൾക്കും ഇതുവഴി തുറക്കുന്നു. അങ്ങനെ സമീപഭാവിയിൽ ഹരിത തൊഴിലുകളുടെ പ്രാധാന്യം വർദ്ധിക്കുമ്പോൾ ഈ അവസരം മുതലെടുക്കാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനും ഹരിത തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിപുലീകരിക്കുന്നതിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഈ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ ആഗോള ഒളിമ്പിക്സ് വേദിയിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച അഭിമാന യുവ കായിക താരങ്ങൾ നമുക്കൊപ്പമുണ്ട്. 140 കോടി ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ എല്ലാ കായിക താരങ്ങൾക്കും ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പുതിയ സ്വപ്നങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയും അചഞ്ചലമായ പ്രയത്നങ്ങളിലൂടെയും പുതിയ ലക്ഷ്യങ്ങൾക്കായി നമ്മൾ തുടർന്നും പരിശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എന്റെ ആശംസകൾ നേരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ ഇന്ത്യൻ പ്രതിനിധി സംഘം പാരാലിമ്പിക്സിനായി പാരീസിലേക്ക് പുറപ്പെടും. നമ്മുടെ എല്ലാ പാരാലിമ്പിക്സ് കായിക താരങ്ങൾക്കും ഞാൻ ഹൃദയംഗമായ ആശംസകൾ അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, G20 ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു. നമ്മുടെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഇത് സംഘടിപ്പിച്ചു. 200-ലധികം പരിപാടികൾ നടത്തി. G20 ഇത്രയും ഗംഭീരമായി മുമ്പ് നടന്നിട്ടില്ല. ഇതാദ്യമായിരുന്നു. വലിയ അന്താരാഷ്ട്ര പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള കഴിവ് ഭാരതത്തിനുണ്ടെന്നും സമാനതകളില്ലാത്ത ആതിഥ്യ മര്യാദയുണ്ടെന്നും ഇത് തെളിയിക്കുന്നു. ഇത് കൈവരിച്ചതിലൂടെ നമ്മുടെ ലക്ഷ്യം വ്യക്തമാണ്. 2036-ലെ ഒളിമ്പിക്സ് ഇന്ത്യൻ മണ്ണിൽ ആതിഥേയത്വം വഹിക്കുക. നമ്മൾ അതിനായി തയ്യാറെടുക്കുകയും കാര്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്നവരെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അത് നമ്മുടെ കൂട്ടായ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ മുന്നേറാൻ കഴിയൂ. അവഗണിക്കപ്പെട്ട പ്രദേശങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, നമ്മുടെ ചെറുകിട കർഷകർ, വനപ്രദേശങ്ങളിലെ ആദിവാസി സഹോദരി സഹോദരന്മാർ, നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും നമ്മുടെ തൊഴിലാളികളെയും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ശ്രമത്തിന്റെ വേഗത ഇതിനകം തന്നെ ത്വരിതഗതിയിലായിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾ മുഖ്യധാരയിൽ എത്തുന്നതിന് നാം ഉടൻ സാക്ഷ്യം വഹിക്കും. അതുവഴി നമ്മുടെ കൂട്ടായ ശക്തി ഊർജിതപ്പെടും. നാം ഇന്ന് ഈ ദൗത്യത്തെ വളരെ സംവേദനക്ഷമതയോടെ സമീപിക്കുകയും വരാനിരിക്കുന്ന സുപ്രധാന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും വേണം. സംവേദനക്ഷമത വളർത്തുന്നതിന് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം മറ്റെന്താണ്? संवेदनशीलता की दृष्टि से इससे बड़ा अवसर क्या हो सकता है? 1857-ലെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ആദിവാസി യുവാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉറച്ചു നിന്നു. 20-22 വയസ്സുള്ളപ്പോൾ അവൻ അവരെ കഠിനമായി വെല്ലുവിളിച്ചു. ഇന്ന് അദ്ദേഹം ഭഗവാൻ ബിർസ മുണ്ടയായി ആദരിക്കപ്പെടുന്നു. ഭഗവാൻ ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷികത്തോടടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാം. എളിമയുള്ള ഒരു വ്യക്തിക്ക് പോലും അഗാധമായ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് ഉദാഹരിക്കുന്ന ഭഗവാൻ ബിർസ മുണ്ടയേക്കാൾ വലിയ പ്രചോദനമായി ആർക്കാണ് പ്രവർത്തിക്കാൻ കഴിയുക? ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ
संवेदनशीलता, സമൂഹത്തോടുള്ള നമ്മുടെ സംവേദനക്ഷമതയും അനുകമ്പയും ആഴപ്പെടട്ടെ. समाज के ദരിദ്രർ, प्रति हमारा मनोभाव बने। ദളിതർ, പിന്നക്കക്കാർ, ആദിവാസികൾ എന്നിങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ഓരോ അംഗത്തെയും ഉൾപ്പെടുത്താനും ഈ പ്രതിജ്ഞയിലൂടെ ഒരുമിച്ച് മുന്നേറാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. करके चले, इस संकल्प को लेकर के चलना है कि कुछ ഈ लोग പുരോഗതി അഭിനന്ദിക്കാൻ കഴിയാത്ത ചില വ്യക്തികൾ ഉണ്ടെന്നതും जो प्रगति സത്യമാണ്. देख नहीं सकते, कुछ लोग സ്വന്തം होते हैं ക്ഷേമത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയാത്തവരും जो भारत का മറ്റുള്ളവരുടെ भला ക്ഷേമത്തിൽ ശ്രദ്ധിക്കാത്തവരുമുണ്ട്. सोच नहीं सकते हैं। जब तक വികലമായ ചിന്താഗതിയുള്ള അത്തരം വ്യക്തികൾ तब ഒരു तक പ്രശ്നമാണ്. किसी का भला अच्छा नहीं लगता है। ऐसी നിരാശയിൽ മുങ്ങിയ അത്തരക്കാരെ രാജ്യം मरे हुए लोगों को തള്ളിക്കളയണം. कमी नहीं होती। देश को ऐसे लोगों അത്തരം को बचाना। ഒരുപിടി വ്യക്തികൾ वे निराशा की സ്വന്തം गर्त में डूबे हुए നിഷേധാത്മകതയാൽ വിഴുങ്ങുമ്പോൾ, लोग, ऐसे मुक्त ഇത്തരത്തിലുള്ള की വിഷാംശം निराशा की പരത്തുമ്പോൾ गर्त में डूबे हुए लोग, അത് അരാജകത്വത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു. गोद में തിരുത്താൻ വലിയ ശ്രമങ്ങൾ ആവശ്യമായി വരുന്ന കടുത്ത തിരിച്ചടികളിലേക്കും का कारण बन അത് जाती है, നയിക്കുന്നു. सर्वनाश का कारण बन जाती ഈ है, അശുഭാപ്തി ഘടകങ്ങൾ एनर्जी का मार्ग കേവലം देती है। നിരാശാജനകം മാത്രമല്ല, നാശത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും നമ്മുടെ കൂട്ടായ പുരോഗതിയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നിഷേധാത്മക മനോഭാവമാണ് അവർ വളർത്തിയെടുക്കുന്നത്. ഈ ഭീഷണി രാജ്യം തിരിച്ചറിയണം. ऐसे जो छुट എന്നിരുന്നാലും निराशावादी तत्व ഞങ്ങളുടെ നല്ല ഉദ്ദേശത്തോടെ वो सिर्फ എന്റെ निराशा സഹപൗരന്മാർക്ക് नहीं है, ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമഗ്രതയും उनकी गोद രാജ്യത്തോടുള്ള में അർപ്പണബോധവും विकृति पल നമ്മെ रही है। എതിർക്കുന്നവരെ പോലും ये विकृति ഞങ്ങൾ ജയിക്കും. विनाश के सर्वनाश നമ്മുടെ രാജ്യത്തെ के മുന്നോട്ട് सपने കൊണ്ടുപോകാനുള്ള देखे ताने बाने പ്രതിബദ്ധതയിൽ നിന്നും जोड़ने ഞങ്ങൾ की പിന്മാറില്ല. प्रयासों में लगी हुई है। ഈ ദൃഢനിശ്ചയം देश को ഉയർത്തിപ്പിടിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. इसे समझना होगा। लेकिन और നമ്മൾ जैसे ശക്തരാകുന്നതിനനുസരിച്ച് ताकतवर बनेंगे, നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുന്നതിനനുസരിച്ച് जैसे हमारा तवज्जो വെല്ലുവിളികളും बढ़ेगा, വർദ്ധിക്കാൻ പോകുന്നു. तो चुनौतियां ബാഹ്യ भी വെല്ലുവിളികൾ बढ़ने വർദ്ധിക്കാൻ वाली പോകുന്നു. हैं। बाहर की അതെനിക്ക് चुनौतियां നല്ല बढ़ने ധാരണയുണ്ട്. वाली हैं। और मुझे उसका എന്നാൽ അത്തരം बहुत ശക്തികളോട് बड़ी പറയാൻ ईमानदार ഞാൻ है। ആഗ്രഹിക്കുന്നു, लेकिन ഇന്ത്യയുടെ വികസനം मैं ऐसी शक्तियों को ആർക്കും कहना चाहता हूं, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. भारत का विकास किसी के लिए संकट लेकर के नहीं। നാം ലോകത്തിൽ സമ്പന്നരായിരുന്നപ്പോഴും हम विश्व में നാം समृद्ध ലോകത്തെ थे, യുദ്ധത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല. हमने कभी दुनिया ബുദ്ധന്റെ രാജ്യമാണ് നമ്മുടേത്. हम बुद्ध का യുദ്ധം देश हैं, നമ്മുടെ പാതയല്ല. युद्ध हमारी राह नहीं। അതിനാൽ ലോകം ആശങ്കപ്പെടേണ്ടതില്ല. और इसलिए ഭാരതം പുരോഗമിക്കുമ്പോൾ ഭാരതത്തിന്റെ മൂല്യങ്ങളും ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രവും മനസ്സിലാക്കാൻ ഞാൻ ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു. कि आप ഞങ്ങളെ ഒരു ഭീഷണിയായി കാണരുത്. संस्कारों को समझ എല്ലാ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരു ദേശത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തന്ത്രങ്ങൾ അവലംബിക്കരുത്. आप उन എന്നാൽ तरकीबों से न जुड़िए, എത്ര വെല്ലുവിളികൾ നേരിട്ടാലും जिसके कारण വെല്ലുവിളികളെ നേരിടുക എന്നത് ഭാരതത്തിന്റെ സ്വഭാവമാണെന്ന് എന്റെ സഹപൗരന്മാരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. भूमि को ज्यादा ഞങ്ങൾ मेहनत കുലുങ്ങില്ല, करनी തളരില്ല, चाहिए। നിർത്തില്ല, देशवासियों को कहना തലകുനിക്കുകയുമില്ല. चुनौतियां 140 കോടി പൗരന്മാരുടെ വിധി മാറ്റുന്നതിനും चुनौती को അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ये हिंदुस्तान രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുമായുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതകൾ न നിറവേറ്റുന്നതിൽ हिलेंगे, न हम थकेंगे, ഒരവസരവും ഞങ്ങൾ പാഴാക്കില്ല. झुकेंगे, न हम झुकेंगे। നമ്മുടെ സമുദ്ദേശത്തോടെ എല്ലാ ദുർദ്ദേശങ്ങൾക്കും മേൽ ഞങ്ങൾ വിജയിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഒരാളുടെ കഴിവുകളോടും സാധ്യതകളോടുമുള്ള അനീതി മൂലമുണ്ടാകുന്ന കോപം രാജ്യത്തിന്റെ പുരോഗതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് അഴിമതിക്കെതിരെ ഞാൻ വലിയ തോതിൽ പോരാട്ടം നടത്തിയത്. ഈ യുദ്ധത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം. എന്റെ അന്തസ് അപകടത്തിലായിരിക്കാം, പക്ഷേ വ്യക്തിപരമായ അന്തസ്സിനേക്കാൾ ദേശീയ താല്പര്യങ്ങളാണ് പ്രധാനം. എന്റെ സ്വപ്നത്തിന് രാജ്യത്തിന്റെ സ്വപ്നങ്ങളെക്കാൾ വലുതാകാൻ കഴിയില്ല. അതുകൊണ്ട് അഴിമതിക്കെതിരായ എന്റെ പോരാട്ടം സത്യസന്ധതയോടെ തുടരും. അത് അതിവേഗം തുടരും. അഴിമതിക്കാർക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കും. രാജ്യത്തെ സാധാരണ പൗരന്മാരെ കൊള്ളയടിക്കുന്ന അവരുടെ പാരമ്പര്യം അവസാനിപ്പിക്കാൻ, അഴിമതിക്കാർക്ക് ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഏറ്റവും വലിയ പുതിയ വെല്ലുവിളി അഴിമതിക്കാരെ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, സാമൂഹ്യ ജീവിതത്തിൽ ഉയർന്ന തലത്തിൽ സംഭവിച്ച മാറ്റമാണത്. ഇത്രയും മഹത്തായ ഒരു ഭരണഘടന ഉണ്ടായിട്ടും എന്റെ രാജ്യത്ത് അഴിമതിയെ മഹത്വവൽക്കരിക്കുന്ന ചിലർ ഉയർന്നു വരുന്നത് ആർക്കെങ്കിലും സങ്കല്പിക്കാനാകുമോ?
जो അഴിമതിയെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നു. का महिमा मंडन कर रहे हैं, സമൂഹത്തിൽ खुलेआम ഇത്തരം വിത്തുപാകാൻ നടക്കുന്ന ശ്രമങ്ങൾ सरकार का जय जयकार അഴിമതിയുടെ മഹത്വവൽക്കരണം, അഴിമതിക്കാരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ നടത്തുന്ന നിരന്തര ശ്രമങ്ങൾ നല്ല സമൂഹത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നു, मंडन हो रहा है। വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. भ्रष्टाचारियों സമൂഹത്തിലെ അഴിമതിക്കാരോട് അകലം പാലിച്ചാൽ മാത്രമേ ഏതൊരു അഴിമതിക്കാരനും ആ പാതയിൽ പോകാൻ ഭയപ്പെടുകയുള്ളൂ. അതിനെ മഹത്വവൽക്കരിച്ചാൽ ഇന്ന് അഴിമതിയിൽ ഏർപ്പെടുത്താത്തതു പോലും അത് സമൂഹത്തിൽ അഭിമാനത്തിന്റെ നിറമായി മാറുമെന്നും ആ വഴിയിൽ പോകുന്നതിൽ തെറ്റില്ലെന്നും തോന്നും. ഒരു അയൽ രാജ്യമെന്ന നിലയിൽ उसको लेकर ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചാലും चिंता അതിനെക്കുറിച്ചുള്ള ആശങ്ക എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. आशा അവിടെ സ്ഥിതിഗതികൾ कि वहां ഉടൻ पर സാധാരണ നിലയിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. हालात जल्द ही सामान्य होंगे, खास करके പ്രത്യേകിച്ചും 140 കോടി രാജ്യക്കാരുടെ ആശങ്ക कि वहां അവിടെയുള്ള वहां के अल्पसंख्यक ഹിന്ദുക്കളുടെയും उस समुदाय അവിടെയുള്ള की सुरक्षा सुनिश्चित हो। ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ്. भारत हमेशा चाहता है നമ്മുടെ അയൽ രാജ്യങ്ങൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും सुख और പാത शांति के मार्ग पर പിന്തുടരണമെന്നാണ് ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നത്. शांति के प्रति हमारा ഞങ്ങൾക്ക് कमिटमेंट है। സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുണ്ട്, हमारे ഞങ്ങൾക്ക് संस्कार മൂല്യങ്ങളുണ്ട്. ബംഗ്ലാദേശിന്റെ വികസന യാത്രയിൽ നമുക്ക് എപ്പോഴും है, विकास यात्रा നല്ല ചിന്തകളുണ്ടാകും. हमेशा കാരണം हमारा ഞങ്ങൾ മനുഷ്യരാശിയുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ജനതയാണ്. भारत के ഇന്ത്യൻ संविधान ഭരണഘടനയുടെ के 75 वर्ष की 75 വർഷത്തെ യാത്ര देश को രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതിലും श्रेष्ठ बनाने में बहुत बड़ी രാജ്യത്തെ മഹത്തരമാക്കുന്നതിലും भारत के വലിയ लोकतंत्र പങ്ക് को വഹിച്ചിട്ടുണ്ട്. मजबूती देने में हमारे देश ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ हमारे देश നമ്മുടെ के രാജ്യത്തിന്റെ गरीब ഭരണഘടന वंचित വലിയ को പങ്ക് വഹിച്ചിട്ടുണ്ട്. सुरक्षा നമ്മുടെ देने का രാജ്യത്തെ बहुत बड़ा काम हमारे संविधान। ദലിതർക്കും अब जब संविधान അടിച്ചമർത്തപ്പെട്ടവർക്കും हम मनाने जा रहे हैं, तब ചൂഷണം ചെയ്യപ്പെടുന്നവർക്കും हम देशवासियों ने നിഷേധിക്കപ്പെട്ടവർക്കും संविधान में निर्देश സുരക്ഷിതത്വം നൽകുന്ന മഹത്തായ ജോലിയാണ് भाव पर बल देना। നമ്മുടെ ഭരണഘടന ചെയ്തത്. और जब मैं कर्तव्य की ഇപ്പോൾ നമ്മൾ ഭരണഘടനയുടെ 75 വർഷം ആഘോഷിക്കാൻ പോകുമ്പോൾ नागरिकों पर बोझ बनाना नहीं चाहते। ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുള്ള കടമയെക്കുറിച്ച് ഊന്നിപ്പറയേണ്ടത് വളരെ പ്രധാനമാണ്. कर्तव्य केंद्र सरकार കടമയെക്കുറിച്ച് के സംസാരിക്കുമ്പോൾ भी है। പൗരന്മാരുടെ മേൽ ഭാരം ചുമത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനും കടമകളുണ്ട്. കേന്ദ്ര സർക്കാരിലെ ഓരോ ജീവനക്കാരനും കടമകളുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കും കടമകളുണ്ട്. സംസ്ഥാന സർക്കാരിലെ ഓരോ ജീവനക്കാരനും കടമകളുണ്ട്. 40 करोड़ देशवासियों की कर्तव्य है। പഞ്ചായത്ത്, सब मिलकर के മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, തഹസീൽദാർ, करेंगे। ജില്ല എന്നിങ്ങനെ ഓരോ പ്രാദേശിക സ്വരാജ് സ്ഥാപനത്തിനും കടമകളുണ്ട്. എല്ലാവർക്കും കടമകളുണ്ട്. എന്നാൽ അതേസമയം 140 കോടി രാജ്യക്കാരുടെ കടമകളുണ്ട്. നാം എല്ലാവരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂട്ടായി നിറവേറ്റുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പരസ്പരം അവകാശങ്ങളുടെ സംരക്ഷകരായി മാറുന്നു. अलग से प्रयास करें। ഞങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിലൂടെ അധിക പരിശ്രമം ആവശ്യമില്ലാതെ നമ്മൾ ഈ അവകാശങ്ങൾ അന്തർലീനമായി സംരക്ഷിക്കുന്നു. हमारा നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ കൂട്ടായ ശക്തി വർദ്ധിപ്പിക്കുകയും പുതു ഊർജ്ജത്തോടെ നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഈ ചിന്താഗതിയെ നാം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. हमारे देश എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, सुप्रीम कोर्ट നമ്മുടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിന്റെ പ്രശ്നം സുപ്രീം കോടതി ആവർത്തിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. अनेक നിലവിലെ സിവിൽ കോഡ് വിവേചനപരവും देश के एक बहुत സാമുദായിക बड़ा സിവിൽ കോഡുമായി സാമ്യമുള്ളതാണെന്ന നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ പ്രതിഫലിക്കുന്ന നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. कम्युनल सिविल कोड है। भेदभाव ഭരണഘടനയുടെ 75 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ऐसे सिविल कोड से ഈ മാറ്റത്തിനായി संविधान के സുപ്രീം കോടതി വാദിക്കുന്നത് പോലെ और संविधान ഈ की വിഷയത്തിൽ भावना भी जो हमें कहती നാം है करने വിപുലമായ के लिए, ചർച്ചകൾ देश की നടത്തണം. सुप्रीम कोर्ट भी हमें कहती है करने के लिए നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ കാഴ്ചപ്പാട് संविधान निर्माता സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. दायित्व है। और मैं मानता हूं, വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും നാം സ്വാഗതം ചെയ്യണം. व्यापक चर्चा हो, നമ്മുടെ രാജ്യത്തെ अपने विचारों को लेकर മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും कानूनों को വിവേചനം വളർത്തുകയും ചെയ്യുന്ന നിയമങ്ങൾക്ക് जो कानून ആധുനിക धर्म के സമൂഹത്തിൽ आधार पर സ്ഥാനമില്ല. देश को बांटते हैं, അതുകൊണ്ട് जो ऊंच नीच का राज्य- कारण बन जाते हैं। മതേതര സിവിൽ കോഡ് ആവശ്യപ്പെടേണ്ട സമയമാണിതെന്ന് समाज में कोई ഞാൻ स्थान नहीं। ഉറപ്പിച്ചു പറയുന്നു. और इसलिए मैं तो कहूंगा 75 വർഷത്തെ समय की मांग है കമ്മ്യൂണൽ സിവിൽ കോഡിന് ശേഷം एक सेकुलर सिविल ഒരു कोड। സെക്കുലർ സിവിൽ കോഡിലേക്ക് നീങ്ങുന്നത് നിർണായകമാണ്. ഈ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മതപരമായ വിവേചനമില്ലാതാക്കും. സാധാരണ പൗരന്മാർ അനുഭവിക്കുന്ന വിടവ് നികത്തപ്പെടുകയും ചെയ്യും. जब मैं देश രാജ്യത്തെ में കുടുംബ രാഷ്ട്രീയത്തെയും कहता हूं, ജാതീയതയും കുറിച്ച് परिवार ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ जातिवाद അവ ഭാരതത്തിന്റെ भारत के लोग ജനാധിപത്യത്തിന് കാര്യമായ ദോഷം വരുത്തുന്നുവെന്ന്
ഞാൻ വിശ്വസിക്കുന്നു. बहुत नुकसान कर रहा है കുടുംബ രാഷ്ട്രീയത്തിൽ നിന്ന്, ജാതീയതയിൽ നിന്ന് देश को, രാജ്യത്തെയും राजनीति को രാഷ്ട്രീയത്തെയും हमें മോചിപ്പിക്കേണ്ടതുണ്ട്. परिवारवाद और जातिवाद ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാർ सामने जो नौजवान മൈ ഭാരത് എന്ന സംരംഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു. संगठन का नाम है उसकी വളരെ നന്നായി എഴുതിയിരിക്കുന്നു. यहाँ बहुत बढ़िया എന്റെ ഭാരതം സംരംഭത്തിന് നിരവധി ദൗത്യങ്ങളുണ്ട്. माय भारत के अनेक 1,00,000 യുവാക്കളെ एक मिशन ये भी है രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നത് हम जल्द से जल्द ആ ദൗത്യങ്ങളിൽ ഒന്നാണ്. देश में राजनीतिक जीवन में തുടക്കത്തിൽ प्रतिनिधि के रूप में രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള 1,00,000 യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. शुरुआत में മാതാപിതാക്കളും സഹോദരങ്ങളും नौजवानों को आगे അമ്മാവന്മാരും അമ്മായിമാരും जिनके ഉൾപ്പെടെ परिवार में ഒരു തലമുറയിലും भी രാഷ്ട്രീയ രംഗത്തില്ലാത്തവർ. जिसके ഞങ്ങൾക്ക് 1,00,000 പുതുതലമുറയെ ആവശ്യമുണ്ട്. चाचा मामा fresh അത് പഞ്ചായത്തിലേക്കോ एक മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കോ चाहे वो पंचायत ജില്ലാ കൗൺസിലുകളിലേക്കോ नगर पालिका में സംസ്ഥാന आए, चाहे അസംബ്ലികളിലേക്കോ जिला परिषद ലോക്സഭയിലേക്കോ में आए, ആയിരിക്കാം. चाहे विधानसभा में आए लोकसभा കുടുംബ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത 1,00,000 नए പുതിയ യുവാക്കൾ नौजवान, രാഷ്ട്രീയത്തിൽ വരണമെന്ന് ഞങ്ങൾ कोई भी ആഗ്രഹിക്കുന്നു. प्रकार का पूर्व അങ്ങനെ राजनीतिक നമുക്ക് इतिहास उनके परिवार ജാതീയതയിൽ നിന്നും ऐसे fresh കുടുംബ രാഷ്ട്രീയത്തിൽ നിന്നും आए, മോചിതരാകാനും जातिवाद से അതുവഴി मिले, ജനാധിപത്യത്തെ സമ്പന്നമാക്കാനും लोकतंत्र കഴിയും. को समृद्धि मिले और जरूरी അവർ ഒരു नहीं है പ്രത്യേക कि പാർട്ടിയിൽ ചേരണമെന്നില്ല. उनको അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരുകയും പ്രതിനിധിയാകുകയും ചെയ്യാം. दल में जाकर രാഷ്ട്രീയ ബന്ധമില്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള 1,00,000 യുവാക്കൾ സമീപ ഭാവിയിൽ ഈ സംവിധാനത്തിലേക്ക് കടന്നു വന്നാൽ അത് പുതിയ ചിന്തകളിലേക്കും പുതിയ കഴിവുകളിലേക്കും നയിക്കുകയും ജനാധിപത്യത്തെ സമ്പന്നമാക്കുകയും ചെയ്യും. संबंध नहीं है ऐसे അതിനാൽ fresh blood നമുക്ക് ഈ आएंगे, ദിശയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. सोच भी नहीं आएगी, ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ आएगा രാജ്യത്തിന്റെ പുരോഗതിക്ക് വിഘാതമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും और इसलिए ഞാൻ പറയാൻ हमें इस ആഗ്രഹിക്കുന്നു. दिशा में आगे हो रहा है और मैं चाहूंगा തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. कि देश ने ഇന്ന് ഏത് പദ്ധതിയും തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കുന്നത് എളുപ്പമായി മാറിയിരിക്കുന്നു. इस देश की प्रगति में കാരണം बन रहे हैं, 3-6 മാസം കൂടുമ്പോൾ अदा कर रहे हैं। രാജ്യത്ത് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. योजना को चुनाव के साथ ഏത് പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. कोई भी എല്ലാ പദ്ധതികൾക്കും തെരഞ്ഞെടുപ്പിന്റെ നിറമുണ്ട്. അതിനാൽ വിഷയത്തിൽ രാജ്യത്ത് വ്യാപകമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. हर काम को चुनाव എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. देश में ഒരു व्यापक കമ്മിറ്റി चर्चा हुई है, വളരെ നല്ല റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. दलों ने अपने विचार रखे हैं। एक कमेटी ഒരു ने രാജ്യം बहुत बढ़िया ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉൾക്കൊള്ളാൻ तैयार किया है। രാജ്യം മുന്നോട്ട് വരേണ്ടതുണ്ട്. वन इलेक्शन के लिए देश को आगे आना होगा। मैं लाल ത്രിവർണ്ണ പതാക സാക്ഷിയായ ചെങ്കോട്ടയിൽ നിന്നും तिरंगे की साक्षी में देश के राजनीतिक दलों से आग्रह करता हूं, देश के संविधान को ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ भारत की प्रगति के लिए രാഷ്ട്രീയ പാർട്ടികളോടും രാജ്യത്തിന്റെ ഭരണഘടന മനസ്സിലാക്കുന്നവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. उपयोग जन सामान्य के लिए ഭാരതത്തിന്റെ പുരോഗതിക്കും वन नेशन അതിന്റെ വിഭവങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പരമാവധി വിനിയോഗിക്കുന്നതിനും വേണ്ടി എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, देशवासियों, भारत ഇത് का ഭാരതത്തിന്റെ സുവർണ്ണ കാലഘട്ടമാണ്. 2047 വികസിത് ഭാരത് 2047 നമ്മെ കാത്തിരിക്കുന്നു. विकसित भारत बांधा है പ്രതിബന്ധങ്ങളെയും मुकाबले തടസ്സങ്ങളെയും चुनौतियां, उसको വെല്ലുവിളികളെയും അതിജീവിച്ച് एक दृढ़ ഉറച്ച संकल्प തീരുമാനത്തോടെ के മുന്നേറാൻ साथ ये देश ഈ बनाने രാജ്യം के लिए പ്രതിജ്ഞാബദ്ധമാണ്. प्रतिबद्ध है। और साथियों, मैं പിന്നെ എന്റെ साफ സുഹൃത്തുക്കളെ, कहता हूं, ഞാൻ വ്യക്തമായി കാണുന്നു, मेरे എന്റെ विचारों ചിന്തകളിൽ की झिझक ഒരു नहीं। നിസ്സംഗതയുമില്ല. मेरे എന്റെ सपनों के സ്വപ്നങ്ങൾക്ക് सामने മുന്നിൽ മറയില്ല. कोई पर्दा नहीं है। 140 കോടി ജനങ്ങളുടെ സിരകളിൽ आप देख सकते നമ്മുടെ हो, പൂർവികരുടെ രക്തമുണ്ടെന്ന് എനിക്ക് വ്യക്തമായി കാണാം. 140 करोड़ ആ 140 കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ 140 കോടി പൗരന്മാർക്കും സമൃദ്ധമായ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകും. 140 കോടി പൗരന്മാർക്ക് വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്റെ മൂന്നാം മൂലത്തിൽ രാജ്യം മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. मेरे तीसरे टर्म में 3 ഇരട്ടി വേഗത്തിലും इकोनॉमी तो बनेगा ही, 3 ഇരട്ടി ശക്തമായും 3 गुना का, 3 ഇരട്ടി കഠിനാധ്വാനം ചെയ്യും. 3 गुना तेज गति അങ്ങനെ से काम करूंगा। 3 രാജ്യത്തിന് വേണ്ടി നാം गुना കാണുന്ന से സ്വപ്നങ്ങൾ काम करूंगा, വേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. ताकि देश എന്റെ ഓരോ നിമിഷവും के सपने രാജ്യത്തിന് വേണ്ടിയാണ്. निकट में पूरे हो। मेरा ഓരോ हर पल സെക്കൻഡും രാജ്യത്തിനായി സമർപ്പിക്കുന്നു. देश के लिए है। मेरा ഓരോ हर ചെറിയ पल ഘടകവും ഭാരതമാതാവിനുള്ളതാണ്. देश के लिए है। അതിനാൽ मेरा कण सिर पर 24/7 പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധതയോടെയും
और इसलिए 2047 24/7 ഒരു വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാടെയും इस प्रतिबद्धता ഞാൻ के എന്റെ साथ സഹപൗരന്മാരെയും ക്ഷണിക്കുന്നു. आइए, मैं നമ്മുടെ देशवासियों പൂർവികരുടെ का आह्वान സ്വപ്നങ്ങൾ करता हूं। നമുക്ക് ഒരു हमारे പ്രമേയമാക്കാം. पूर्वजों ने जो सपने देखे थे, उन सपनों നമ്മുടെ को സ്വപ്നങ്ങളെ हम അവയുമായി बनाए, ബന്ധിപ്പിക്കുകയും अपने അവയിലേക്ക് सपनों को നമ്മുടെ जोड़े, പരിശ്രമങ്ങൾ ചേർക്കുകയും अपने ചെയ്യാം. पुरुषार्थ को जोड़े और ഭാരതത്തിന്റെ നൂറ്റാണ്ടാകാൻ വിധിക്കപ്പെട്ട 21ാം നൂറ്റാണ്ട് ഒരു സുവർണ ഇന്ത്യയായി മാറാനും ഈ നൂറ്റാണ്ടിൽ വികസിത് ഭാരതമാക്കാനും നമുക്ക് നമ്മുടെ അഭിലാഷങ്ങളും പരിശ്രമങ്ങളും യോജിപ്പിക്കാം. ഒപ്പം ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് മുന്നേറാം. 75 വർഷത്തെ പ്രയാണത്തിന് ശേഷം ഒരു സ്വതന്ത്ര ഭാരതം പുതിയ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ നമുക്കൊരവസരത്തെയും പാഴാക്കാതിരിക്കാം. നിങ്ങൾ എന്നിൽ ഭാരമേൽപ്പിച്ച ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഒരു അവസരവും പാഴാക്കില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കഠിനാധ്വാനത്തിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല. ധൈര്യത്തിന്റെ കാര്യത്തിലും ഞാൻ പിന്മാറില്ല. വെല്ലുവിളികളെ നേരിടാൻ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ നിങ്ങൾക്കായി ജീവിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കുന്നു. ഭാരതമാതാവിന്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ദേശീയ പതാകയുടെ തണലിൽ, ത്രിവർണ്ണ പതാകയുടെ തണലിൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച തീരുമാനത്തോടെ നമുക്ക് മുന്നേറാം.